പ്രൊഫസർ കോഴിശ്ശേരി ബലരാമന്റെ സ്മരണയ്ക്കായി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം സിനിമാ സംവിധായകനും നടനുമായ മധുപാലിന് 15,001 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങിയതാണ് അവാർഡ്. മധ്യ തിരുവിതാംകൂറിന്റെ കലാസാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമന്റെ സ്മരണയ്ക്കായി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം സിനിമാ സംവിധായകനും നടനുമായ മധുപാലിന് സമ്മാനിക്കും. 15,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. ഇത്തവണത്തെ പ്രദീപ് കോഴിശ്ശേരി യുവപ്രതിഭാ പുരസ്കാരം യുവ സാഹിത്യകാരിയും ചിത്രകാരിയുമായ KS നിളയ്ക്കും ലഭിച്ചു. 5,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. ഇരുവരുടെയും സാഹിത്യ സംഭാവനകളെ അധികരിച്ചാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമൻ ഫൗണ്ടേഷൻ എന്ന ഒരു രീതിയിൽ മാത്രമല്ല നമ്മൾ കായംകുളത്തുകാർ ഈ ബാലരാമൻ സാറിൻ്റെ അനുസ്മരണത്തെ കാണേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. മധ്യ തിരുവിതാംകൂറിൽ വളരെ നിറഞ്ഞു നിന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ബാലരാമൻ സാറിൻ്റേത്. ഓരോ വീടുകളുമായിട്ടും സാറിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. സാറ് പഠിപ്പിച്ച ഒന്ന് സ്കൂളിൽ അല്ലെങ്കിൽ ട്യൂട്ടോറിൽ അല്ലെങ്കിൽ കോളേജിൽ ഒക്കെ പഠിപ്പിക്കാത്ത ഒരു കുട്ടി പോലും ഇല്ലാത്ത വീടുകൾ ഒരുപക്ഷെ നമ്മുടെ ഈ കായംകുളത്തിന് ചുറ്റും ഒന്നും അങ്ങനെ കാണാൻ ഇടയില്ല. ഡോക്ടർ കെ കൃഷ്ണദാസ് ചെയർമാനും ഡോക്ടർ വി കൃഷ്ണകുമാർ, പ്രൊഫസർ കെ രേഖ എന്നിവർ അംഗങ്ങളായുള്ള ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമന്റെ 21ാമത് ചരമവാർഷിക ദിനമായ ബുധനാഴ്ച വൈകിട്ട് 5-ന് കായംകുളം KPSC തോപ്പിൽ ഫാസി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മുൻ മന്ത്രി VS സുനിൽകുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ പ്രൊഫസർ കോഴിശ്ശേരി ശാന്തകുമാരി, സെക്രട്ടറി കുമ്പളത്ത് മധുകുമാർ, KPSC സെക്രട്ടറി അഡ്വക്കേറ്റ് A ഷാജഹാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.